സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അവർ മുസ്ലിമാകുന്നത് ഈ മക്ക വിജയത്തിൻ്റെ സമയത്ത് ഹിജ്റ 8-ാം വർഷം, 2 കൊല്ലം താഴെ ഉണ്ടായിട്ടുള്ള നബിയുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ആളാണ് ഹുദൈബിയ സന്ധി നബി തങ്ങൾ വായിച്ചു കൊടുത്തപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ പറഞ്ഞപ്പോൾ അത് വെട്ടണമെന്ന് പറഞ്ഞ ആളാണ് സുഹൈൽ ഇബ്നു അംർ എന്നവര്. മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി ഇലാ ഉലമാഇ ഖുറൈശ്, ഖുറൈശുകളിലെ പ്രമാണിമാരോട് റസൂലുള്ളയായ മുഹമ്മദ് നബി ബോധിപ്പിക്കുന്ന കരാറാണിത്. 10 വർഷം യുദ്ധം പാടില്ല എന്ന് പറഞ്ഞ കരാറിൽ റസൂലുള്ളാഹി എന്ന പേര് വെട്ടണം എന്ന് നബി തങ്ങളോട് നിഷ്കർഷിച്ച ആളാണ് സുഹൈൽ ഇബ്നു അംർ. അന്നേരം ഉമർ എന്നവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നബിയേ, സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ഖുറൈശുകളിലെ പ്രഭാഷകൻ അങ്ങയുടെ പേര് റസൂലുള്ളാഹി എന്ന് വെട്ടാൻ പറയുകയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ ഇസ്മുള്ള ആ ഒരു ആയത്ത് വെട്ടിക്കളയണമെന്ന് നമ്മൾ എഴുതിയുണ്ടാക്കിയ നമ്മുടെ രേഖയിൽ പോലും അത് പാടില്ല എന്ന് പറയുമ്പോൾ റസൂലേ ഇദൻ ലി അൻ അക്സിറ സനായാഹു ഹത്താ ലാ യഖൂമ ഫീ നാദി ഖുറൈശിൻ ഖതീബാ. നബിയെ, സുഹൈൽ ഇബ്നു അംറിന്റെ മുമ്പിലുള്ള സർവ്വ പല്ലു ഞാൻ അടിച്ചു പൊട്ടിക്കട്ടെയോ? ഒരിക്കലും ഖുറൈശികളുടെ ക്ലബിൽ പോയിട്ട് അവന് പ്രസംഗിക്കാൻ പറ്റരുത്. റളിയല്ലാഹു അൻഹുവിന്റെ പറച്ചില. തങ്ങൾ പറഞ്ഞു, വെട്ടിക്കോളൂ, ബിസ്മില്ലാ വെട്ടി. അലി തങ്ങളാ എഴുതുന്ന സ്ക്രൈബ് അലി റളിയല്ലാഹു അൻഹു, അലിയാരെ വെട്ടിക്കോളി എന്ന് പറഞ്ഞു. വേണോ നബി? വെട്ടിക്കോളി അലി, വെട്ടിക്കോളി, ബിസ്മില്ലാ വെട്ടിക്കോളി. റസൂലുള്ളാഹി അതും വെട്ടിക്കോളി. മുഹമ്മദ് ബിൻ അബ്ദില്ലാ, മുഹമ്മദ് സൺ ഓഫ് അബ്ദുല്ലാ agrees with സുഹൈൽ സൺ ഓഫ് അംർ. അങ്ങനെ മതി. മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാ ഇലാ സുഹൈൽ ബിൻ അംർ, അങ്ങനെ കരാറു. അപ്പോഴൊക്കെ ഉമർ തങ്ങൾ ചോദിച്ചു, പൊന്നാര നബിയെ, എങ്ങനെയാണ് ഇയാൾ ഇതൊക്കെ ചെയ്യുന്നത്? ഞാനത് പല്ലെന്ന് അടിച്ചു പൊട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഇത് കരാറാണ്, സന്ധി ഉടമ്പടി വെക്കും. ഉമർ തങ്ങളുടെ ആവേശം കൊണ്ട് പറയാം. പക്ഷെ തങ്ങൾ ആശ്വസിപ്പിച്ചു, ഉമറേ, ലഅല്ലല്ലാഹ യുരീക് മിൻഹുമാ തഖിറു ബിഹി ഐനുക്, നിങ്ങളുടെ കണ്ണിന് സന്തോഷം വരുന്ന ഒരു കാര്യം സുഹൈൽ ഇബ്നു അംറിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പല്ല് പൊട്ടിക്കേണ്ട, ആ പല്ലവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു കാര്യം പിന്നീട് കാണാൻ കഴിയും. ആ കാര്യം പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായപ്പോഴാണ്. തങ്ങൾ വഫാത്തായപ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് അടുത്തു വന്ന ചില ആളുകൾ സകാത്ത് കൊടുക്കാൻ മടിക്കുന്ന പിശുക്കന്മാർ ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, മുർത്തദ്ദീങ്ങളായിട്ടുണ്ട്. മദീനയിലുണ്ടായി ആ വിഷയം, മക്കയിലുണ്ടായി. മക്കയിലെ കൊഴിഞ്ഞുപോക്കിനെ തടഞ്ഞു നിർത്തിയത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. മദീനയിലെ, മക്കയിലെ കൊഴിഞ്ഞുപോക്ക് നിർത്തിയത് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണമാണ് മക്കക്കാരെ പിടിച്ചു നിർത്തിയത്. അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, എൻ്റെ റസൂല് പറഞ്ഞത് എത്ര സത്യമാണ്. അന്ന് ഞാൻ ആ പല്ലടിച്ചു പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നടക്കുമോ? സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എന്ന മുസ്ലിമാണ്. അത് മാത്രമല്ല, ഹബീബായ നബി തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ അവിടുത്തെ തല മുണ്ഡനം ചെയ്തപ്പോൾ, മുടിയെടുത്തപ്പോൾ സ്വഹാബിമാരിൽ പല ആളുകൾക്ക്, അബൂ തൽഹ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർക്ക് നബി തങ്ങൾ കൊടുത്തപ്പോഴേ നബി തങ്ങളുടെ തലമുടിയിൽ ഒരു പിടി നബി തങ്ങൾ കൊടുത്തത് സുഹൈൽ ഇബ്നു അംർ തങ്ങളുടെ കയ്യിലാണ്. അത് ബറക്കത്താണ്, അത് ഹബീബിന്റെ ഷഅർ മുബാറക്കാണ്. ആ തലമുടി കണ്ണിലേക്ക് വെച്ച് കരയുന്നുണ്ടായിരുന്നു സുഹൈൽ ഇബ്നു അംർ എന്നവര്. അപ്പൊ സിദ്ദീഖ് എന്നവർ പറയാ, ഈ മനുഷ്യൻ എങ്ങനെയാ അന്ന് ഇതൊക്കെ പറഞ്ഞത്? ബിസ്മില്ല വെട്ടണം, റസൂലുള്ള വെട്ടണം എന്ന് എങ്ങനെ ഇയാൾക്ക് പറയാൻ കഴിഞ്ഞു? ഇത്രമേൽ റസൂലുള്ളാഹിനെ പിന്നെ സ്നേഹിച്ച ഒരു മനുഷ്യനാണ് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അയാളുടെ സ്വന്തം മകൻ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു കരാറുകൾ എഴുതി ഒപ്പിട്ടിരിക്കുകയാണ്. ഒപ്പ് വെച്ച് പേൻ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴാണ് കൈകളിൽ കാലുകളിൽ ചങ്ങലയും പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നത്. ഹുദൈബിയ സന്ധിയാണ് വിഷയം. അന്നേരം അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, നബിയെ ഖുദ്നി ഇലൽ മദീന, നബിയെ എന്നെ മദീനയിലേക്ക് കൊണ്ടുപോകും നബിയെ. എൻ്റെ വാപ്പ എന്നെ തച്ചു കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ മുസ്ലിമാണ്, എൻ്റെ വാപ്പ മുസ്ലിമല്ല, അയാൾ എന്നെ തച്ചു കൊല്ലും. ആരാ വാപ്പ എന്നറിയോ? ഈ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. തങ്ങൾ പറഞ്ഞു, അബൂ ജന്ദൽ, നമ്മൾ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. മക്കയിൽ നിന്ന് ആര് മദീനത്തേക്ക് മുസ്ലിമായി വന്നാലും അവർ മക്കത്തേക്ക് തിരിച്ചയക്കണം. മദീനത്ത് നിന്ന് ആര് വന്നാലും അവർ മക്കയിൽ പിടിച്ചു വെക്കും. അത് ഖുറൈശികൾക്ക് അനുകൂലമായ ക്ലോസുകളാണ്. എന്നാലും നബി സമ്മതിച്ചെടുത്തു. 10 കൊല്ലം യുദ്ധം ഉണ്ടാവില്ലല്ലോ, തങ്ങൾ അത്ര മാത്രമേ ചിന്തിച്ചുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുവേണ്ടി തങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു.
അബൂജന്തലെ, ഞങ്ങൾ എഴുതി കഴിഞ്ഞ അബൂജന്തലെ, ഇനി ആരെയും മക്കയിലേക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ഇസ്ബിർ ലഅല്ലല്ലാഹു യജ്അലു ലക ഫറജ, നിങ്ങളിവിടെ ക്ഷമിക്കണേ, അള്ളാഹു നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞ് മഹാനായ അബൂജന്തൽ റളിയല്ലാഹു അൻഹു ഈ സുഹൈൽ ഇബ്നു അംറിന്റെ മകനാണ്. അന്ന് കരാർ എഴുതി അംബാസഡർ, ഖുറൈശിയുടെ അംബാസഡറാണ് ഇയാൾ.